ഹായ് ഓൾ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെന്ന ഡിസൈൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രാക്ടീസ് ഹെന്ന കോൺ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഹെന്ന ആർട്ടിസ്റ്റുകൾക്ക് ഡിസൈൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഈ കോൺസ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ആസ് എൻ ഹെന്ന ആർട്ടിസ്റ്റ് നമ്മുടെ ഫീൽഡിൽ എപ്പോഴും സജീവമായിരിക്കാൻ നമ്മുടെ പേജിൽ പുതിയ പുതിയ ഡിസൈൻസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുപോലെ പ്രാക്ടീസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും മാത്രം ഉപയോഗിക്കുന്ന ഹെന്ന കോൺസിൽ നമ്മൾ ഒരിക്കലും എക്സ്പെൻസീവ് ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിലൊന്നും ആഡ് ചെയ്യാറില്ല. സോ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാണ്ട് തന്നെ നല്ല സ്മൂത്ത് ടെക്സ്ചറിലുള്ള ഹെന്ന കോൺസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പ്രാക്ടീസ് കോൺ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഹെന്ന പൗഡർ മാത്രം എടുത്തിട്ടാണ് ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ എന്ന രീതിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വാട്ടറാണ്. വെണ്ടക്ക യൂസ് ചെയ്താണ് ഈ വാട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കോൺസിന് നല്ലൊരു സ്മൂത്ത്നെസ്സും ടെക്സ്ചറൊക്കെ തരാൻ ഈ വാട്ടർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഒരു ചെറിയ വെണ്ടക്ക എടുത്ത് ചെറുതായി കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നല്ലോണം തിളപ്പിച്ച വെള്ളം ചേർത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നീട് ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ സ്ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കാം. വെണ്ടക്കയുടെ ഈ ഒരു ഓയിലി ടെക്സ്ചർ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ ഹെന്ന പേസ്റ്റ് സ്മൂത്ത് ആക്കുന്നത്. പിന്നീട് ഹെന്ന പൗഡറിലോട്ട് ഷുഗർ ആവശ്യത്തിന് ചേർത്ത് വെണ്ടക്ക വാട്ടറും ചേർത്ത് നന്നായി മിക്സ് ആക്കുക. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളൊരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിൽ പ്രഷർ കൺട്രോൾ ടെക്നിക്ക് പഠിക്കുന്നത് വരെ കുറച്ച് തിക്ക് പേസ്റ്റ് കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതാവും നല്ലത്. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ സ്മൂത്ത് ടെക്സ്ചർ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ ഈ കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഹെന്ന പേസ്റ്റ് ഡയർ റിലീസിന് വെക്കേണ്ടതുണ്ട്. നല്ല എയർ ടൈറ്റായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു 1-2 മണിക്കൂർ ഡയർ റിലീസിന് വെക്കാം നമുക്ക്. ഹെന്ന പേസ്റ്റ് നമ്മൾ ഡയർ റിലീസിന് വെക്കുമ്പോൾ എപ്പോഴും ഹെന്ന പേസ്റ്റിലുള്ള എക്സ്ട്രാ ലംസൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഈ സമയം കൊണ്ട് നമുക്ക് ഹെന്ന പേസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള കോൺ റോൾ ചെയ്യാം. കോൺ എങ്ങനെ റോൾ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനി ഒരു 2 hours ശേഷം നമുക്ക് ഈ ഹെന്ന പേസ്റ്റ് എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഹെന്ന പേസ്റ്റിൽ ലംസൊക്കെ അത്യാവശ്യത്തിന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. യൂഷ്വലി ഇങ്ങനെ പ്രാക്ടീസ് കോൺ ഉണ്ടാക്കുന്ന സമയത്ത് 2 hours ഒന്നും ഡയർ റിലീസിന് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 hour ഒക്കെ വെച്ചാൽ മതിയാവും. ഞാനിതിവിടെ ഒന്നുകൂടെ സ്മൂത്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 2 hours വെച്ചത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഈ ഹെന്ന പേസ്റ്റ് സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ടെക്സ്ചർ എത്രത്തോളം നന്നായി കിട്ടിയിട്ടുണ്ട് എന്ന്. ഇനി നമുക്കിത് ഒരു കോണിലോട്ട് ഫില്ല് ചെയ്യാം. ഞാനിവിടെ ഡയറക്റ്റ് പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കാണ്ട് തന്നെ ഡയറക്റ്റായിട്ട് കോണിലേക്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രാക്ടീസ് ഹെന്ന കോൺ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കാണ്ട് 1-2 കോൺസ് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതാവും എപ്പോഴും നല്ലത്. കാരണം ഇത് കുറേ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറും ടെക്സ്ചറൊക്കെ മാറും. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അപ്പോഴത്തെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഹെന്ന കോൺ ഉണ്ടാക്കി എടുക്കുന്നതാവും നല്ലത്. ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു 15 gram ഹെന്ന പൗഡർ കൊണ്ട് ഒരു 3 ഹെന്ന കോണാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഹെന്ന കോൺ സീൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഹെന്ന കോണൊക്കെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മളുണ്ടാക്കി കോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം
ഇതിൻ്റെ ടെക്സ്ചറും കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു ഡിസൈൻ വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ലൈൻസൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാതെ തന്നെ നമ്മൾ ഉണ്ടാക്കി പ്രാക്ടീസ് കൊണ്ട് പറ്റുന്നുണ്ട്. പിന്നെ വാട്ടറിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത്രയും വാട്ടർ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയാൽ മതി. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എപ്പോഴും തിക്ക് കൺസിസ്റ്റൻസിയാണ് നല്ലത്. ഞാൻ മുമ്പ് ഇതേപോലെ തിക്ക് കൺസിസ്റ്റൻസിയിലാണ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ നമുക്ക് ആ പ്രഷർ ടെക്നിക്കൊക്കെ മനസ്സിലായതിന് ശേഷമാണ് കുറച്ച് ലൂസായിട്ട് നമ്മൾ ഹെന്ന പേസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റും ഒരു ഗ്ലേസിങ് ടെക്സ്ചർ നമ്മുടെ പ്രാക്ടീസ് കോണിന് വന്നിട്ടുണ്ട്. സാധാരണ എല്ലാവരും എന്നോട് ഡൗട്ട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ പ്രാക്ടീസ് കോൺ ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈ ആവാണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ നല്ല ഭംഗിക്ക് കിട്ടുക, നല്ല വൃത്തിയിൽ ഫോട്ടോ ഒക്കെ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതിനാണ് നമ്മളിവിടെ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളത്. നോർമലി പ്രാക്ടീസ് കോൺ ഉണ്ടാക്കുന്ന സമയത്ത് ഷുഗർ ആഡ് ചെയ്യാറില്ല, പക്ഷെ നമ്മളിവിടെ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് പ്രാക്ടീസ് കോൺ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പേസ്റ്റിന് ഒരു ഗ്ലേസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ചോദിക്കാൻ മറക്കരുത്.